നമുക്ക് കോൺ വെച്ചിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്താലോ. അതിൽ നമുക്ക് കോൺ തൊലി കളഞ്ഞതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് കോൺ പെല്ലറ്റ്സ് ആയിട്ട് എടുക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളൊരു റോ മാത്രം നമുക്ക് അടർത്തിയെടുക്കാം. പിന്നെ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ അടർത്തിയെടുക്കണം. എടുത്തതിന് ശേഷം കൈ വെച്ച് നമുക്ക് അടുത്തിടുക്കാൻ പറ്റും. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് അടുത്താൻ ശ്രമിക്കാം. അതിനുശേഷം വളരെ എളുപ്പമാണ്. നമുക്ക് കൈ വെച്ച് ചുമ്മാ ഇതുപോലെ മടക്കി എടുത്താൽ മതി. ഓരോ ലെയറും നമുക്ക് മടക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അടന്നു പോരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ 2 സ്വീറ്റ് കോൺ ഞാൻ മുഴുവൻ അടത്തിയെടുത്തു. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടിയുണ്ട്. അതിന് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ സോൾട്ടഡ് ബട്ടർ ഇടാം. അതിനുശേഷം നമ്മുടെ സ്വീറ്റ് കോൺ അടത്തിയത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് 2 പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിന് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ചാട്ട് മസാലയാണ്. അത് നമ്മുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. നമ്മുടെ രുചിക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ. ചാട്ട് മസാലക്ക് പകരം നാരങ്ങനീരായാലും മതി കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്യാറുള്ളത് കുരുമുളക് പൊടിയാണ്. അതും നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. കഴിഞ്ഞ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി വയറ്റിയെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. നമ്മുടെ ആൽഫിക്കുട്ടൻ ഇതിൻ്റെ വലിയ ഫാനാട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ബൈ.